نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും നമ്മുടെ സ്രഷ്ടാവുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ നിർദ്ദേശമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ അതിനുള്ള ചെയ്യേണ്ടതായ കാര്യങ്ങളും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക. വലാ തഫറഖു. നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക. നിങ്ങളൊരു കാരണവശാലും ഭിന്നിച്ചു പോകാൻ പാടില്ല. ആ ഭിന്നിച്ചു പോകൽ നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരിക്കുന്ന, വിജയിക്കുന്ന ആളുകളല്ലാതെ മരിക്കുന്ന, വിജയിക്കുന്ന കക്ഷികളിൽ പെടാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ ചെന്നെത്തിക്കുമെന്നാണ് സാരം. സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി എന്നത് അതിൻ്റെ സംഘടിത സ്വഭാവമാണ്.
അത് ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടിത സ്വഭാവമാണ് മുസ്ലിം ഉമ്മത്തിന്റെ മജ്ജയും ശക്തിയും എന്ന് നമുക്കറിയാം. ഒരു ഉയരമുള്ള ബിൽഡിംഗ് നമുക്കറിയാം. അത് അമ്പരചുംബിയായി ആകാശം തൊട്ട് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം കല്ലുകളും സിമന്റുകളും അതിൻ്റെ സംവിധാനങ്ങളും ചേർന്നുള്ള ഒരു കൂട്ടിപ്പിടുത്തമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ശിലകളിൽ കാണുന്ന അതിൻ്റെ ചേർന്ന് നിൽക്കലാണ്, അതിൻ്റെ നിർമ്മാണത്തിൽ കാണുന്ന സൂക്ഷ്മതയാണ്, അതിൻ്റെ കെട്ടുറപ്പാണ്. ഇതുപോലെയാണ് മുസ്ലിം സമുദായവും വേണ്ടത്. മദീനത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ച സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന സിസ്റ്റം അതായിരുന്നു. മദീനയിൽ മുസ്ലിങ്ങളിൽ പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി നിർവഹിച്ചത്. അവിടെ മദീനത്തെ പ്രഗത്ഭരായ ഒരുപാട് ഗോത്രങ്ങളുണ്ട്. പലർക്കും പല താല്പര്യങ്ങളും, പലരും പല തട്ടിലുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനെ പരിചയപ്പെടുത്തി. അവിടെ റബ്ബുന വാഹിദ്, നമ്മുടെ റബ്ബ് ഒന്നാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. ഇലാഹിനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നിരവധിയായ ആളുകളെ ഇലാഹുകളാക്കി ജീവിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന സമൂഹത്തെ ഏകനായ ഇലാഹിലേക്ക്, റബ്ബുന വാഹിദ്, ഇലാഹുന വാഹിദ്, കിതാബുന വാഹിദ്, നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ റസൂൽ, നമ്മുടെ ഇലാഹും നമ്മുടെ റബ്ബും എല്ലാം ആരാണെന്ന് കൃത്യമായി അവർക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി കൊടുത്തു. ഭിന്നിച്ചു പോയിരുന്ന വിഭാഗങ്ങൾ, അവിടുത്തെ പ്രഗത്ഭരായ ഹൗസ് ഖദ്റജ് ഗോത്രം, നമുക്കറിയാം. ഒരു ഗോത്രത്തിലെ ഈന്തപ്പനയോല തൊട്ടടുത്ത ഗോത്രത്തിലെ ഒട്ടകം കടിച്ചതിൻ്റെ പേരിൽ 10-15 വർഷക്കാലം അവരവരുടെ വാൾത്തലപ്പിന്റെ അഗ്രഭാഗത്ത് ഉണങ്ങാതെ രക്തക്കറകൾ നിൽക്കുമാറുള്ള പരസ്പരം പോരടിച്ച് ജീവിച്ചിരുന്ന രണ്ട് സമുദായം. ആ ഹൗസ് ഖദ്റജ് ഗോത്രത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാക്കി. അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ബിൻ ഖത്താബിനെയും ഒന്നാക്കി. തൽഹയെയും സുബൈറിനെയും അല്ലാഹുവിന്റെ റസൂൽ ഒരുമിച്ച് ചേർത്തു. മുഹാജിറുകളെയും അൻസ്വാറുകളെയും അല്ലാഹുവിന്റെ റസൂൽ ഒരേ സൊഫിൽ അണിനിരത്തുന്ന മനോഹരമായ കാഴ്ചയുണ്ടായി. അതിന്റെ പ്രധാന കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇന്ന റബ്ബുക്കും വാഹിദ്, ഇന്ന അബാക്കും വാഹിദ്, കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്. നമ്മുടെ റബ്ബ് ഒന്നാണ്, നമ്മുടെ പിതാവ് ഒന്നാണ്, നമ്മുടെ ഇലാഹി ഏകനാണ്. നമ്മളെല്ലാവരും ആദമിൽ നിന്നാണ്. നമ്മുടെ പിതാവ് ആദമാണ്, നമ്മളെല്ലാം ആദം സന്തതികളാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തരമായ ഒരു ആദർശം, തജ്മഉഹും കലിമത്തു തൗഹീദ്, ആ തൗഹീദിന്റെ ചങ്ങലകളിൽ, ആ തൗഹീദിന്റെ ഉദാത്തമായ ആ ആദർശത്തിൽ ആ സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സമുദായത്തെ ഒരുമിപ്പിക്കാനുള്ള പണിയെടുക്കുമ്പോൾ ശക്തരായിരുന്ന എതിരാളികൾ, ശത്രുക്കൾ, നമുക്കിടയിലുള്ള ഭിന്നിപ്പിന്റെ ആ ഓരോ വിത്തുകൾ പാകിക്കൊണ്ട് അതിനെ തകർക്കാനുള്ള പരിശ്രമങ്ങളും നടന്നു. റോമൻ സാമ്രാജ്യവും അതേപോലെ തന്നെ മുസ്ലിങ്ങളും പരസ്പരം എല്ലാ നിലക്കും പോരടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യവും മുസ്ലിങ്ങളും നമുക്ക് കീഴടങ്ങുമെന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ ദിവസം, റോമ സാമ്രാജ്യം കീഴടക്കിയ ദിവസത്തെ ഖുർആൻ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം. മുഅ്മിനുകൾക്ക് സന്തോഷിക്കാനുള്ള അല്ലാഹുവിന്റെ സഹായം കൊണ്ടുള്ള സന്തോഷം കിട്ടിയ ദിവസമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ഓരോ വിഭാഗത്തിലേക്കും അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ആളുകളെ, ദൂതന്മാരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഘടിപ്പിച്ചു. അവരെ അവിടേക്ക് അയക്കുകയും
അവർക്ക് ഉദാത്തമായ ഒരു ആദർശം പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. പ്രത്യേകമായ ഒരു ജനതയെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ വെറുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം അള്ളാഹുവിന്റെ റസൂൽ നടപ്പിലാക്കിയില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഞാൻ ഈ ഒരു ഭാഗം അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒന്നാകണം എന്നതാണ്. എല്ലാവരും മഹത്തരമായ ഒരു സ്നേഹം കൊണ്ട്, ആദർശം കൊണ്ട്, കാഴ്ചപ്പാടുകൾ കൊണ്ട്, സൂക്ഷ്മത കൊണ്ടും തഖ്വ കൊണ്ടും. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല റീഹതന വഹുവ മുസ്ലിം. എൻ്റെ കിബിലയെ കിബിലയാക്കുന്ന, ഞാൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്ന, ഞാൻ അറുത്തത് ഭക്ഷിക്കുന്ന അവരെല്ലാവരും മുസ്ലിങ്ങളാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ, അവർക്കിടയിലുള്ള ഐക്യമില്ലാതാക്കാൻ എന്താണ് വേണ്ടത് എന്ന് ആളുകൾ കണ്ടുപിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ശക്തമാക്കിയത്. അവിടെയൊക്കെയും തന്നെ ആളുകൾക്ക് പലവിധ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ സമുദായത്തിലുള്ളതുപോലെ തന്നെ മുസ്ലിങ്ങളോട് വെറുപ്പുള്ള മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളെക്കാളും ഇതര മതക്കാരോട് സ്നേഹം കാണിക്കുന്ന, എന്ന് പറഞ്ഞാൽ സ്നേഹം എവിടെയാണ് കൊടുക്കേണ്ടതെന്നറിയാത്ത, സഹകരണം എവിടെയാണ് നൽകേണ്ടതെന്നറിയാത്ത, ആദർശം ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാനോ പ്രഖ്യാപിക്കാനോ അറിയാത്ത ആളുകൾ ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഖുർആനിൽ ഒരു പരാമർശമുണ്ട്, വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. ജൂതനോ ക്രിസ്ത്യാനിയോ നിന്നെക്കുറിച്ച് തൃപ്തിപ്പെടുകയില്ല, നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ. ഇതര മതക്കാരായ ആളുകൾ, ജൂതന്മാർ, യഹൂദികൾ, ക്രിസ്ത്യാനികൾ, ആരാവട്ടെ, ഖുർആൻ പറയാണ് വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. അവർ ഒരിക്കലും നിന്നെക്കുറിച്ച് തൃപ്തിപ്പെടുകയില്ല, നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ. ബാക്കിയെല്ലാം അവർ ചമഞ്ഞു നിൽക്കുന്നതാണ്. അവരുടെ മില്ലത്ത് പിന്തുടരുന്നതുവരെ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ തൃപ്തി ഉണ്ടാകുകയില്ല. അവരുടെ ശൈലി ആര് പിൻപറ്റുന്നുവോ അവരെ കുറിച്ച് അവർക്ക് സംതൃപ്തിയാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. നബിയെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന്റെ സന്മാർഗമാണ് യഥാർത്ഥ സന്മാർഗം. എന്നിട്ട് വല ഇനിത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം. നബിയെ, അങ്ങേക്ക് വന്നിട്ടുള്ള ഈ വിജ്ഞാനത്തെ ഒഴിവാക്കിക്കൊണ്ട് പോകാനാണ് അവരുടെ ഭാവമെങ്കിൽ ഖുർആൻ പറയാണ്, ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ സംരക്ഷണമോ സഹായമോ ആ ആൾക്ക് ലഭിക്കുന്നതല്ല കേട്ടോ നബിയെ. വല ഇനിത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകളോടൊപ്പം ചേരാൻ, ആ ആശയവും അവർ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളും അവർ കൊണ്ടു നടക്കുന്ന സംസ്കാരവും അവർ പുലർത്തിപ്പോരുന്ന ലൈഫ് സ്റ്റൈലും പിൻപറ്റാൻ താല്പര്യപൂർവ്വം ഇറങ്ങിപ്പോകുന്ന ആളുകളോട് അള്ളാന്റെ റസൂലെ നീ ഈ താക്കീത് അറിയിച്ചു കൊടുക്കുക. എന്താണ്? അള്ളാഹുവിന്റെ ഒരു സംരക്ഷണമോ ഒരു സഹായമോ അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുകയില്ല എന്ന് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരങ്ങളിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഫാഷനിലും പ്രിയപ്പെട്ടവരെ ഇസ്ലാം നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ആളുകളെ കണ്ടാൽ ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണില്ല. പേര് ചോദിച്ചാൽ അവൻ മുസ്ലിമാണോ മുസ്ലിമല്ലേ എന്ന് മനസ്സിലാകുന്നില്ല. കുട്ടികളുടെ പേരുകൾ പോലും നമ്മൾ ഇടുന്ന സമയത്ത് ഒരു രക്ഷിതാവ് ഒരു കുട്ടിയോട് കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ആ വാചകത്തിൽ പറയുന്നുണ്ട്, ആ ഉത്തരവാദിത്തത്തിൽ പ്രധാനപ്പെട്ടതാണ് ആ കുട്ടിക്ക് നല്ലൊരു പേര് നൽകുക എന്നത്. ഇന്ന് നമ്മുടെ സമുദായത്തിൽ പലരുടെയും പേരുകൾ അന്വേഷിച്ചാൽ പിന്നെ അവൻ മുസ്ലിമാണോ എന്ന് ചോദിക്കാൻ ആരാ മോനെ എന്ന് ചോദിക്കണം, നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കണം. അതേപോലെ തന്നെ വേഷത്തിലും ഷിആറിലും ഇവൻ ഏത് ആദർശക്കാരനാണെന്ന് മനസ്സിലാകാത്ത വിധം സമൂലമായ ഒരു മാറ്റവും ചേക്കേറലും ഇതര മത ആദർശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആളുകൾ വിചാരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ അല്ലാതെ ഇതൊക്കെ ഒരു പഴഞ്ചൻ ആശയമല്ലേ, എങ്ങനെയാണ് അങ്ങനെയൊക്കെ ആവുക എന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ ഇൽമിന്റെ പൂർത്തീകരണം നടക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമ്മുടെ ഈ പ്രകാശം,
ഈ ആദർശം ഒരിക്കലും ഒരാൾക്ക് ഊതിക്കെടുത്താൻ സാധ്യമേയല്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രികൂൻ മറ്റൊരു സ്ഥലത്ത് വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുകയാണ്, എന്നാൽ ഒരിക്കലും അത് അവർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മഹത്തരമായ ഒരു ആദർശം, ആ അല്ലാഹുവിന്റെ ആദർശത്തെ നെഞ്ചേറ്റുവാനും അത് പകർത്തുവാനും അത് പകർത്തിക്കൊടുക്കുവാനും പഠിപ്പിക്കുവാനും ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ സഹായം അവർക്ക് ലഭിക്കുമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കും എങ്കിൽ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. വയുതബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ആദർശം നെഞ്ചേറ്റ് ജീവിക്കുന്നത് പോലും മറ്റൊരു വിഭാഗം ആളുകൾ അറിയുന്നത് ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പതറിപ്പോകുകയാണ്. ആദർശത്തിന്റെ കാര്യത്തിൽ ആളുകൾ ചോദിക്കുന്ന സമയത്ത് മറുപടികളില്ലാതെ നമ്മൾ നിൽക്കുന്ന ആദർശത്തിൽ ഒരു യശസ്സില്ലാത്തതുപോലെ, ഒരു ദൈവികതയില്ലാത്തതുപോലെ പുലർത്തിപ്പോരുന്ന ആളുകളുണ്ട്. ചില ആളുകൾ മുദബ്ദബീന ബൈന ദാലിക്, ഖുർആൻ പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ട് രണ്ടിലും തലയിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റി പറയുന്നുണ്ട്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വമിനൻ നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫ്, മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗം അള്ളാഹനെ ഒരോരത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. ഇസ്ലാമിലാണെന്ന് വെച്ചാൽ ഇസ്ലാമിലാണ്, ഇസ്ലാമിലല്ലേ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിലല്ലാത്ത വിധം പലതും അയാളിൽ ഉണ്ടാകും. വമിനൻ നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫ് എന്ന് ഖുർആൻ പറയാ, ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, അയാൾക്ക് വല്ല ഖൈറും വന്നാൽ അയാൾ അതും പുലർത്തി ഇങ്ങനെ പോകും, അതും കൊണ്ട് ഇങ്ങനെ നടക്കും. വഇൻ അസ്വാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, അയാൾക്ക് വല്ല മുസീബത്തും വന്നാൽ, വല്ല പ്രയാസവും വന്നാൽ അയാൾ അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ചു കളയും, വിട്ടേച്ചു പോകും. ആ വിഭാഗം ആളുകൾക്ക് അല്ലാഹു പറഞ്ഞു, ഖാസിറ ദുനിയ വൽ ആഖിറ, അയാൾക്ക് ദുനിയാവും നഷ്ടമാണ് ആഖിറവും നഷ്ടമാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതെത്ര വലിയ നഷ്ടമാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദീനിന് ഒരു ഓരം പിടിച്ചിങ്ങനെ ജീവിക്കുക, എന്നിട്ട് അയാൾക്ക് തോന്നിയതൊക്കെയും അയാൾ ആദർശമാക്കുക, അയാൾ എല്ലാ തോന്നിയാസത്തിലും മുഴുകുക. ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അയാളുടെ സംസ്കാരമോ അയാളുടെ നടപടിക്രമങ്ങളോ ഇസ്ലാമുമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല. ആ ആളുകൾക്ക് എന്താ സംഭവിക്കുക? ഖസിറ ദുനിയ വൽ ആഖിറ. ഖുർആൻ പറഞ്ഞില്ലേ, അദ്ദുനിയ സിജിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ദുനിയ സിജിനുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനിന് ജയിലാണ്. വജന്നത്തുൽ കാഫിർ, കാഫിരീങ്ങൾക്ക് സ്വർഗ്ഗതുല്യമാണ് ദുനിയാവ്. നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് എന്താ സംഭവിക്കുക? ഇസ്ലാമിലാണ് എന്നതുകൊണ്ട് അയാൾക്കിട്ട് കാഫിരീങ്ങളെ പോലെ ഒരു സ്വർഗ്ഗ ജീവിതം ഇവിടെ കൊണ്ടുവരാൻ സാധ്യമല്ല. എന്നാൽ അയാളുടെ ഈമാൻ ഉറക്കാത്തത് കൊണ്ട് അയാളുടെ ഇസ്ലാം പൂർത്തിയാകുന്നതുമില്ല, പരലോകത്ത് അയാൾ വിജയിക്കുന്നതുമില്ല. രണ്ടിടത്തും നഷ്ടപ്പെടുന്ന ഖസിറ ദുനിയ വൽ ആഖിറ, അയാൾക്ക് ദുനിയാവും നഷ്ടമാണ് ആഖിറവും നഷ്ടമാണ് എന്ന വിഭാഗത്തിലേക്ക് അയാൾ പോകുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം, ഏകനായ റബ്ബിനെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഏകനായ ഇലാഹായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല അല്ലാഹുവല്ലാതെ എന്ന് പ്രഖ്യാപിച്ച റബ്ബിനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. ആ ഇലാഹിനോടൊപ്പം ഒരാളെയും പങ്കു ചേർക്കരുത് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. അതുമാത്രം മതി ഒരൈക്യം രൂപപ്പെടാൻ. പിന്നെയോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ, ആ പ്രവാചകന്റെ ആദർശവും ആ പ്രവാചകന്റെ ചര്യയും ജീവിതത്തിലേക്ക് നടപ്പിലാക്കി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവിടെയും നമ്മൾ ഒരുമയിലേക്ക് വരികയാണ്. അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോഴും യഥാർത്ഥ ഹക്കിലേക്ക് വരാൻ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക, വഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വഉലുൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും ഭിന്നാഭിപ്രായം ഉണ്ടായാൽ ഫറദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക. എങ്കിലോ ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമെന്ന് ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് അവസ്ഥയിലും
ഒരു യഥാർത്ഥ ആദർശത്തിലേക്ക് ഉറച്ചു നിന്ന് ഒരുമയോടെ നിൽക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാട് നിങ്ങൾ നോക്കൂ. എല്ലാ കുടുംബവും കമ്പാർട്ട്മെന്റ് വൽക്കരിക്കപ്പെട്ടു. എല്ലാവരും വ്യത്യസ്ത കോണുകളിൽ, വ്യത്യസ്ത കാഴ്ചപ്പാടിൽ, വ്യത്യസ്ത ആശയത്തിൽ, വ്യത്യസ്ത മനോഭാവത്തിൽ ജീവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എല്ലാവരും ഒരു അപ്പന സിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യം എവിടെയും എന്താകുന്നില്ല, സത്യസന്ധമായ രൂപത്തിൽ ഉണ്ടാകുന്നില്ല. എല്ലാം ടെമ്പററിയാണ്. എല്ലാം ടെമ്പററി ആയിട്ടുള്ള ഒരു ഐക്യത്തിൽ നിലനിൽക്കുകയാണ്. താൽക്കാലികമായ ഐക്യം എല്ലായിടത്തും ഉണ്ടാവുകയാണ്. മറിച്ച് പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമൂഹം വളരെ അശ്രദ്ധരാണ് ആ കാര്യത്തിൽ. അവിടെയാണ് പിശാചുക്കൾ പണിയെടുക്കാൻ പോകുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ ശത്രുക്കൾ നശിപ്പിക്കുന്നിടത്തേക്ക് പോകുന്നത്. നമ്മൾ ഭിന്നിക്കുക എന്നതാണ് ശത്രുക്കളുടെ പ്രധാന ഉദ്ദേശം. നമ്മൾ ഭിന്നിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടായി കഴിഞ്ഞാൽ ആ അകത്ത് നിന്നുള്ള ഭിന്നിപ്പ് അതിമൂർച്ചയേറിയ ഭിന്നിപ്പായി മാറുകയും എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൽ ഒരാൾ മുഖ്യ ശത്രുവിനോടൊപ്പം ചേരുകയും യഥാർത്ഥ ശത്രു ആരാണെന്ന് തിരിച്ചറിയാതെ ഏറ്റവും ദുർബലമായ വിഷയത്തിൽ ശത്രുതയോ അനൈക്യമോ ഉണ്ടാകുന്ന ആളുകളെ നശിപ്പിക്കാനോ തകർക്കാനോ ഏറ്റവും വലിയ ശത്രുവിനെ കൂട്ടുപിടിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക സങ്കടകരമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്നുണ്ട്. പലയിടത്തും അങ്ങനെയാണ്. രാഷ്ട്രീയത്തിലുള്ളത്, സംഘടനാ പ്രവർത്തനങ്ങളിലുണ്ട്, പലതിലും അത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രവചനമില്ലേ, യുസിക്കുൽ ഉമ്മു അൻ തദാ അലൈക്കും കമാ തദാ അൽ അക്ലതു ഇലാ കസാതിഹാ. എന്താണ്? ഭക്ഷണത്തളികയിലേക്ക് വിശന്ന് ചാടി വീഴുന്നത് പോലെ ലോകത്തിലെ മുഴുവൻ ആളുകളും മുസ്ലിങ്ങളിലേക്ക്, ഞങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? ആർത്തിയോടെ ആക്രമിക്കാൻ വരുന്നൊരവസ്ഥയിലേക്ക്, നിങ്ങളിലേക്ക് ചാടി വീഴുന്ന ഒരവസ്ഥയിലാണുള്ളത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചില്ലേ, ഖാല ഖാഇൽ വമിൻ ഖല്ലത്തിൻ നഹൻ യൗമഇദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് നമ്മൾ വളരെ കുറച്ച് ആളുകളായതുകൊണ്ടായിരിക്കുമല്ലേ? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, ബൽ അൻതും യൗമഇദിൻ കതീർ. അല്ല, അന്ന് നിങ്ങൾ വളരെ വലിയ സംഘമായിരിക്കും. പക്ഷേ വലാകിന്നകും ഗസാഅൻ കഉദാഇ സൈൽ. പക്ഷേ കേവലം പത പോലെ, നുര പോലെ ഒന്നായിരിക്കും നിങ്ങളെല്ലാവരും കൂടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഐക്യവും ഉറപ്പുമില്ലാത്ത ബന്ധത്തിലായിരിക്കും നമ്മളെല്ലാവരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, അള്ളാഹു ശത്രുവിന്റെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം എടുത്തു കളയുന്ന. മുമ്പതല്ല, ബദറിൽ നമ്മൾ കണ്ടതാണ്. 300 ചില്ലാനും വരുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ മലർത്തിയടിച്ച് വിജയിച്ച ഗംഭീരമായ യുദ്ധം നടന്നു. അതേപോലെ തന്നെ റബീഉ ഇബ്നു ആമിർ എന്ന മെലിഞ്ഞ കാലുള്ള 2 കഷ്ണം തുണിയിൽ വസ്ത്രമാക്കി മാറ്റി ഉടുത്ത് ആ കൊട്ടാരത്തിലേക്ക് റബീഉ ഇബ്നു ആമിർ കടന്നു ചെന്ന ആ കിസ്രയുടെ കൊട്ടാരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് മമല്ലദീ ജാഅബിക്കും, എന്താ ഇങ്ങനെ കടന്നു വരാൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്ന് കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവ് പറഞ്ഞ സമയത്ത് റബീഉ ഇബ്നു ആമിർ പറഞ്ഞൊരു വലിയ വാക്കുണ്ട്. എന്താ? നഹ്നു ഖൗമുൻ ഇബ്തഗാ ഹസനല്ലാഹ് ലിനുഖ്രിജൻ നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തിർ റബ്ബ്. ഞങ്ങളൊരു വിഭാഗം ആളുകൾ മനുഷ്യരെ ഞങ്ങളുടെ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കാൻ വന്നവരാണ്. മനുഷ്യർ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് സൃഷ്ടാവിലേക്ക് ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കാൻ കടന്നു വന്നവരാണ് ഞങ്ങൾ. ആ കൊട്ടാരം ഉറപ്പിക്കുന്ന മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതെന്തുകൊണ്ടാണ്? ആ മഹത്തരമായ ആദർശത്തിൽ ഒരു പ്രയാസവുമില്ലാതെ വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ അവർക്ക് സാധിച്ചതുകൊണ്ടാണ്. ഈ ഒരു ആദർശത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്കിടയിലുള്ള എല്ലാ മറ്റു വിഷയങ്ങളും പരിഹരിക്കപ്പെടുകയും വിട്ടുവീഴ്ചയും സഹാനുഭൂതിയും സഹവർത്തിത്വവും കടന്നു വരികയും കുടുംബത്തിലും സമൂഹത്തിലും ഐക്യത്തോടുകൂടി ഈ അള്ളാഹുവിൻ്റെ ആദർശത്തെ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാനുള്ള തിരക്കുകളായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്? ആ ഉത്തരവാദിത്തങ്ങളൊക്കെ അവിടെ അങ്ങനെ കിടക്കും. നമ്മളുടെ ദുർബലമായ ചില ആശയങ്ങളിൽ പോരടിച്ചുകൊണ്ട് നമ്മൾ കാലം കഴിക്കുന്ന അവസ്ഥയുണ്ടാകും. എല്ലായിടത്തും നടക്കുന്നതാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ ഐക്യം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. സഹോദരൻ എന്ന മലയാള പദം വിഗ്രഹിച്ചാൽ സഹ ഉദരൻ. ഉദരം എന്ന് പറഞ്ഞാൽ വയറ്. തൻ്റെ മാതാവിൻ്റെ വയറ്റിൽ നിന്ന് വന്ന മറ്റൊരുത്തൻ, അതാണ് സഹോദരൻ. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ലാ യളിമുഹു വലാ യുഹാക്കിറുഹു.
അതുകൊണ്ട് തന്നെ അയാൾ ആക്രമിക്കപ്പെട്ടുകൂടാ, അയാൾ അപകീർത്തിപ്പെടുത്തിക്കൂടാ, അയാൾ അപമാനിച്ചുകൂടാ. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനാൽ പവിത്രമാകണം. ദർറുഹു വമാലുഹു വഇർളുഹു, അവന്റെ രക്തം പവിത്രമാകണം, അവന്റെ അഭിമാനവും അവന്റെ സമ്പത്തും മറ്റേ മുസ്ലിമിനാൽ പവിത്രമാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുവാൻ ചെയ്യേണ്ടതായ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഖുർആൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഓതി വെച്ച ആയത്ത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളായിരിക്കണം. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. വയൻഹൗന അനിൽ മുൻകർ, അവർ തിന്മ വിരോധിക്കണം. വയുഖീമൂന സ്വലാത്ത്, അവർ നമസ്കരിക്കുന്നിടത്ത് ഒരുമിച്ചുണ്ടാകണം, അവർ നമസ്കരിക്കണം എല്ലാവരും. അതിന് കൃത്യമായ ഒരു സമയവും പറഞ്ഞു തന്നു. അവരെല്ലാ സമയത്തും ഒന്നിച്ച് നമസ്കരിക്കുന്നവർ. വയുതൂന സകാത്ത്, അവർ കണക്ക് നോക്കി മറ്റുള്ള ആളുകളെ സഹായിക്കുന്നവരാണ്. വയുതീഊന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാകണം. എങ്കിൽ ഉലൈക സയർഹമുഹുമുല്ലാഹ്, ആ വിഭാഗം ആളുകളെ അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും പരസ്പരം ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ, നന്മ കൽപ്പിക്കുവാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അതൊരു വിഭാഗം ആളുകളിലാകരുത്. ഫ്രണ്ട്ഷിപ്പ് 2-3 ആളുകളിൽ ഇങ്ങനെ ഒതുങ്ങുന്നത് കാണാം. അവർ പള്ളികളിൽ അവർ 3 പേർ, ഹോട്ടലിൽ അവർ 3 പേർ, യാത്രയിൽ അവർ 3 പേർ, കച്ചവടത്തിൽ അവർ 3 പേർ, അങ്ങനെ കൊച്ചു കൊച്ചു സംഘങ്ങളായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കാറുള്ളത്. പോരാ, പരസ്പരം എല്ലാവരെയും അറിയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന ആളുകളെ പരിചയപ്പെടാൻ നമ്മുടെ മനസ്സിന് സാധ്യമാകണം. അങ്ങനെ ആ ആളുകൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകണം. അങ്ങനെ നന്മ നിറഞ്ഞ മുഹാജിറുകളെ അൻസാറുകൾ സ്വീകരിച്ചതുപോലെ നന്മ നിറഞ്ഞ മനുഷ്യരായി ജീവിക്കുവാനും ഈ നാട്ടിൽ ഏതു വിധേന അനൈക്യം രൂപപ്പെടുത്താനുള്ള ആര് പരിശ്രമങ്ങൾ നടത്തിയാലും എല്ലായിടത്തും സ്നേഹസമ്പൂർണമായ സാഹോദര്യം നിലനിർത്താനുള്ള പണിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ സാഹോദര്യം നിലനിർത്താൻ ശ്രദ്ധിച്ചിരുന്ന, അതിനുവേണ്ടി പഠിപ്പിച്ചിരുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളും ചരിത്രങ്ങളും ഒക്കെ എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടവരെ സുപരിചിതമാണ്. ഏതൊരു ആശയക്കാരനാകട്ടെ, ഒരു മുസ്ലിം എന്ന നിലക്ക് അവനെ പരിഗണിക്കാനും അവനെ സഹായിക്കാനും അവനെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന മനസ്സായി നമ്മുടെ എല്ലാവരുടെയും മനസ്സ് രൂപപ്പെടുത്തണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. ഒരാൾ സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമില്ല, ഹത്താ തുഅ്മിനു, അയാൾ വിശ്വാസിയാകാതെ. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, ഒരാൾ വിശ്വാസിയാകുന്ന പ്രശ്നമില്ല, അയാൾ പരസ്പരം സ്നേഹിക്കാതെ. അവല അദുല്ലുക്കും അലാ ഷൈഇൻ വഇദാ ഫഅൽതുമൂഹു ഇദാ തഹബ്ബബ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെയാണ് ഒരാൾ സ്വർഗത്തിൽ പോകൂല അയാൾ വിശ്വാസിയാകാതെ? അയാൾ വിശ്വാസിയാകൂല അയാൾ പരസ്പരം സ്നേഹിക്കാതെ. എന്നിട്ട് നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം നിലനിൽക്കാനുള്ള ഒരു ഫോർമുല ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് സഹാബത്തിനോട് പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഫ്ഷുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. ആ സലാം എന്ന അഭിവാദ്യം ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പണ്ട് വീടകങ്ങളിലേക്കെല്ലാം കയറി വരുമ്പം സലാം ചൊല്ലി മടക്കം കിട്ടി ബോധ്യപ്പെട്ടിട്ടാണ് ഒരാൾ കയറി വരാറുള്ളത്. പരസ്പരം എല്ലാവരും സലാം പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്ന് വീട്ടിലെ വാപ്പനോട് മക്കൾക്ക് പറയാൻ മടിയാണ്, അനങ്ങാതെ കയറി പോകും. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോട് ഭാര്യയ്ക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. സലാം ചെല്ലൽ അതിലൊരു വലിയ കാര്യമാണ്. അതില്ലാതാകുന്നു. സദസ്സുകളിൽ മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കയറി വരികയാണ്, സലാം ചെല്ലുന്നില്ല. ഒരു വലിയ സംഘം ആളുകളോട് ചെറിയ സംഘം ചെല്ലണമെന്നും
മുതിർന്നവരോട് ചെറിയവർ ചെല്ലണമെന്നും ഒക്കെ നിയമമുണ്ട്. ഒന്നും ചെല്ലുന്നില്ല. പ്രഭാഷണത്തിന് വേണ്ടി കയറി നിൽക്കുന്ന ആളുകൾ പോലും മുസ്ലിങ്ങളായവർ, സദസ്സിലും മുസ്ലിങ്ങളുണ്ട്, വേദിയിലും മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കെ സലാം ചെല്ലാൻ പഠിക്കുന്ന ആളുകളുണ്ട്. എന്താണ് അഭിവാദ്യത്തിന്റെ പ്രത്യേകത? നമ്മളെല്ലാവരും പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സലാമിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. ഒരു ഗുഡ് മോർണിംഗ്, ഒരു വീട്ടിലൊരു പ്രയാസത്തിൽ ഒരാൾ മരണപ്പെട്ട് സങ്കടത്തിൽ നിൽക്കുന്ന ഒരാളോട് ഗുഡ് മോർണിംഗ് പറയുന്നതും, ഒരു പേഴ്സ് നഷ്ടപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഗുഡ് മോർണിംഗ് പറയുന്നതും എത്രത്തോളം അതിന് സാധ്യതയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. നേരെ മറിച്ച് ഒരു കല്യാണ വീട്ടിൽ കയറി വരുമ്പോഴും അസ്സലാമു അലൈക്കും സഹോദര, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. മരണ വീട്ടിലായാലും രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുമ്പോഴും സന്തോഷത്തിൽ നിൽക്കുമ്പോഴും വിജയിച്ചിട്ട് അവാർഡ് വാങ്ങി നിൽക്കുമ്പോഴും സഹോദര, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ആ മഹത്തരമായ അഭിവാദ്യം പോലും മുസ്ലിങ്ങൾ തമ്മിൽ പോലും ചെല്ലരുത് എന്ന് പഠിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അനുയായികൾക്കും സമൂഹത്തിനും അത് മനസ്സിലായി. അതൊരു വലിയ നിയമവിരുദ്ധമായ ഒരു ആശയമാണ് എന്ന്, അല്ലേ? ചില വിഭാഗത്തോട് സലാം പോലും ചെല്ലരുത് എന്ന് പഠിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറി. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഒരു മരം ചുറ്റിയിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടി സലാം ചൊല്ലി, അടുത്ത സെക്കൻഡിൽ വീണ്ടും അയാളെ കണ്ടുമുട്ടി വീണ്ടും ചൊല്ലിക്കൊള്ളി എന്നാ പറഞ്ഞത്. അത്രത്തോളം സലാം വ്യാപിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയും അത് നിങ്ങളെ സ്വർഗപ്രവേശത്തിന് കാരണമാകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ ആദർശം ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി, ആ ആദർശമുള്ള കാരണത്താലുള്ള ഐക്യം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രഗത്ഭരായ ചരിത്ര പുരുഷന്മാരായ സഹാബാക്കളുടെ ചരിത്രമൊക്കെ നമുക്ക് പാഠങ്ങൾ തരുന്നത്. ഖാലിദ് ഇബ്നു വലീദ് കിസ്റ രാജാവിന് എഴുതിയ കത്തോർമ്മയില്ലേ? കിസ്റ രാജാവിന് കത്തെഴുതി, അസ്സലാമു അലൈക്കും. അദ്ദേഹത്തിന്റെ കത്തിന്റെ വരികളിലെ പ്രധാന വരി ഇതായിരുന്നു: യാ കിസ്റ അസ്ലിം തസ്ലം അല്ലാ ഫഖദ് ജിഅതുക ബിശൈഇൻ യഹ്രിസൂന അലൽ മൗതി കമാ തഹ്രിസൂന അൻതും അലൽ ഹയാ. കിസ്റ, നിങ്ങൾ ജീവിതത്തിൽ ഏതുപോലെ ആർത്തി കാണിക്കുന്നുവോ അതുപോലെ മരിക്കാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം എൻ്റെ കൂടെയുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കിസ്റ രാജാവ് ഭയപ്പെട്ട് ചൈനയോട് സഹായം തേടുന്നൊരു കത്തയക്കുന്നുണ്ട്, ചൈനക്കൊരു സന്ദേശം അയക്കുന്നുണ്ട്. ഇങ്ങനെ ഖാലിദ് ഇബ്നു വലീദും സംഘവും ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട്, നിങ്ങളെ സഹായം വേണം. ആ സമയത്ത് ചൈന മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? യാ കിസ്റ ലാ ഖിബ്ല ലി ബിഖൗമിൻ ഹത് ലൗ അറാദു ലഖൽഉൽ ജിബാലി ലഖലഊഹ. ആരാണവർ? ഖാലിദ് ഇബ്നു വലീദിന്റെ സംഘം ആരാണെന്നറിയോ? ആ സമുദായത്തെ അറിയാമോ നിങ്ങൾക്ക്? ഒരു പർവ്വതം മാറ്റിവെക്കാൻ അവർ തീരുമാനിച്ചാൽ അവരത് മാറ്റിവെച്ചിരിക്കും. അത്രയും മനക്കരുത്തുള്ളവരാണ് അവർ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഉണ്ടാകേണ്ട ഇസ്സത്ത് അതാണ്. മുസ്ലിങ്ങൾ അവരായി അത് ഏറ്റെടുത്താൽ അവരത് ചെയ്തിരിക്കും. അയാളൊരു മുസ്ലിമാണ്, അയാളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ അത് തന്നിരിക്കും. അയാളെടുത്താണ് അത് ഏൽപ്പിച്ചതെങ്കിൽ അത് സുരക്ഷിതമായിരിക്കും എന്ന് പറയിപ്പിക്കാൻ മുസ്ലിങ്ങളായ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരെ ശ്രദ്ധയുണ്ടാകണം. നമ്മൾ ഗ്യാരണ്ടിയുള്ള മനുഷ്യരാകണം. നമ്മുടെ ഇടപാടുകളിൽ സത്യസന്ധതയുണ്ടാകണം. മുസ്ലിങ്ങൾ എന്ന നിലക്ക് പറയിപ്പിക്കുന്ന ഒരു പണിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും പോകരുത്. ഐക്യം എന്നത് എപ്പോഴും രൂപപ്പെടേണ്ടത് സത്യസന്ധതയിലൂടെയാണ്. യഥാർത്ഥ ആദർശവും ആശയവും ഒരുമിച്ചുണ്ടാകുന്ന അവസ്ഥയിലേക്കാണ്. മുആവിയ ഇബ്നു അബീ സുഫിയാനും അലി ഇബ്നു അബീ ത്വാലിബും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ പ്രശ്നത്തെ മുതലെടുക്കാൻ വേണ്ടി ഹിർക്കൽ ചക്രവർത്തി തീരുമാനിക്കുകയും എന്നിട്ട് മുആവിയയോട് പറഞ്ഞു, എൻ്റെ സൈന്യത്തെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അവർ അലിയെ അറുത്ത് താളത്തിൽ വെച്ച് നിങ്ങൾക്ക് കൊണ്ടുതരും, അലിയെ കൊന്നിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും മുആവിയ, സഹായം വേണമെങ്കിൽ ചോദിച്ചോടി ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മുആവിയയുടെ ഒരു കത്ത് പോകുന്നുണ്ട്. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ ഇലാ ഹിർക്കൽ. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എഴുതുന്നു, ഹിർക്കൽ അറിയാൻ, അമ്മാ ബഅദ്, നിങ്ങൾ അറിയണം, ഫഅന വഅലിയുൻ ഇഖ്വാനുൻ, ഞാനും അലിയും സഹോദരങ്ങളാണ്. കുല്ലും മിന്നാ യറാ അന്നൽ ഹഖ്ക ലഹു, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ വമാ യകും മിൻ അംരിൻ ഫമാ അൻത അലൈഹി അഖ്റബ ഇലയ്യ മിൻ അലിയുൻ, ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിൽ കോലിടാൻ വന്നാൽ നിന്നെ ആക്രമിക്കാൻ അലി നയിക്കുന്ന സൈന്യവുമായിട്ട് ഈ മുആവിയ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഇടയിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഈ ചരിത്രത്തിന്റെ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? പരസ്പരം നമ്മൾ വിദ്വേഷം ചെറിയൊരു രൂപത്തിൽ രൂപപ്പെട്ട ജ്യേഷ്ഠനോ അനുജനോ ആണെങ്കിൽ ആ ജ്യേഷ്ഠനെ പരാജയപ്പെടുത്താനും ആക്രമിക്കാനും
അതിനേക്കാളും മോശമായ ആളെയാണ് നമ്മൾ പലപ്പോഴും കൂട്ടുപിടിക്കാറുള്ളത് എല്ലാ വിഷയത്തിലും. ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായത്തിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കുകയാണ് ചെയ്യുക. ഈ ഐക്യമാണ് കുടുംബത്തിൽ, മക്കൾക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ ചേരിതിരിഞ്ഞുള്ള അനൈക്യമുണ്ടാക്കുന്ന സംവിധാനത്തെ ഉണ്ടാക്കുന്നത് ഈ അശ്രദ്ധയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അയൽവാസിയായ ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള പ്രശ്നം നടന്നാൽ അമുസ്ലിമിന്റെ അടുക്കാലാണ് ന്യായമെങ്കിൽ, നീതിയെങ്കിൽ മുസ്ലിമെ നമ്മൾ നിൽക്കേണ്ടത് അമുസ്ലിമിന്റെ കൂടെയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സത്യസന്ധതാപരമായ ഐക്യമുണ്ടാക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവിടെ നീതി തുല്യം വർക്ക് ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ അന്തരീക്ഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ, പരസ്പരം പോരടിച്ച് നിന്ന ഹൗസ് ഹദ്റജ് ഗോത്രത്തെ ഒന്നാക്കിയതുപോലെ, സഹാബാക്കളെ ഒന്നാക്കിയതുപോലെ, ശത്രുക്കളായി നിന്നിരുന്ന അയൽപക്കക്കാരെ ഒന്നാക്കിയതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശവും നിലപാടുമുള്ള നമുക്ക് ഇതിനൊക്കെയും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പരസ്പരം സ്നേഹത്തിൽ ചാലിച്ച്, ചിരി പോലും സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ആ ചിരിയിൽ നിഷ്കളങ്കമായ ഒരു ചിരി രൂപപ്പെടേണ്ടതുണ്ട്. ആ സലാമിൽ ഏറ്റവും വലിയ നസീഹത്ത് ഉണ്ടാകേണ്ടതുണ്ട്. കേവലമായ അഭിനയമോ കാപട്യമോ ഉള്ള ഒരു ബന്ധത്തിനും ഒരർത്ഥവുമില്ല ദുനിയാവിലും ആഖിറത്തിലും. ആത്മാർത്ഥമായ സ്നേഹത്തിൽ, ഒരാളുടെ അഭാവത്തിലുള്ള അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആത്മാർത്ഥമായ ബന്ധം, ഒരാളുള്ള സമയത്ത് അയാളെ സ്നേഹിക്കാനും അയാളില്ലാത്ത സമയത്ത് അയാളെ പറ്റിയുള്ള മോശമായ വിചാരങ്ങൾ പറയാനും ചിന്തിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് കാപട്യമാണ്. മറിച്ച് ഒരു മനുഷ്യൻ നമ്മളെ സ്വകാര്യമായി നിരീക്ഷിക്കുന്ന സമയത്ത് പോലും നമ്മളിൽ അയാൾക്കെതിരെ ഒന്നുമില്ല എന്ന് തിരിച്ചറിയാൻ, എന്ന സദസ്സിൽ അയാൾ നിങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഇല്ല, അയാൾക്ക് നിങ്ങളെപ്പറ്റി നല്ല കാഴ്ചപ്പാടേ ഉള്ളൂ എന്ന് മറ്റൊരിടത്തിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നിടത്താണ് ഒരു സത്യവിശ്വാസിയുടെ അന്തസത്ത കിടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളും പുറവും ഒന്നാക്കി പരസ്പരം എല്ലാവരും നന്നാകണമെന്നുള്ള ചിന്തയിൽ ഏറ്റവും നല്ല നടപടിക്രമങ്ങളിൽ, സ്വഭാവ മര്യാദകളിൽ ഊട്ടപ്പെട്ട് നല്ലൊരു മുസ്ലിമായി ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അറിവും കഴിവും ഈമാനും സാഹചര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുമാറാവട്ടെ, ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ, നമ്മുടെ കുടുംബത്തിനകത്ത് വരെ പലരും മരണപ്പെട്ടു. അല്ലാഹു മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ ഖബറിടം, ആ ഖബറിടത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ പ്രിയങ്കരായ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും ജ്യേഷ്ഠാനുജന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹു ഉന്നതമായ പ്രതിഫലം നൽകി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു നികത്തി തരുമാറാവട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ അല്ലാഹു നടപ്പിലാക്കി തരുമാറാവട്ടെ. നമ്മളുടെ ആഫിയത്ത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. توفنا مسلما والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد.